എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ റിസൾട്ട് വന്ന സമയത്ത്, അതായത് ജൂൺ 2-ാം തീയതി വൈകുന്നേരം 3 മണിയോടെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള അപേക്ഷകൾ ജൂൺ 10-ാം തീയതിയുടെ നൽകുന്നതിനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കൂടുമോ അല്ലെങ്കിൽ മാർക്ക് കൂടില്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യവും ഈ ഒരു റീവാലുവേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റീവാലുവേഷനായിട്ടുള്ള അപേക്ഷ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ്. അതായത് നിങ്ങളിപ്പോൾ +2-ൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതുപോലെ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന ഒരു സ്കൂൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്കൂളിലാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതായത് +1ൻ്റെ പരീക്ഷയ്ക്ക് എവിടെയാണോ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് അപേക്ഷാ ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമും അതോടൊപ്പം തന്നെ റീവാലുവേഷൻ ആണെങ്കിൽ 500 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരിക. അതുപോലെ സ്ക്രൂട്ടിനി ആണെങ്കിൽ 100 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് വരിക. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ കോപ്പി ആണെങ്കിൽ 300 രൂപയാണ് ഒരു സബ്ജക്റ്റിന് ഫീസ് ഇനത്തിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഷയം എഴുതണോ അതിനനുസരിച്ച് ഫീസുകൾ വരുന്നതായിരിക്കും. അതുപോലെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ടുള്ള ഫോമുകൾ സെപ്പറേറ്റ്, അതായത് 3 ഫോമുകൾ ആണ്. ഇതിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ആണോ, ഫോട്ടോ കോപ്പിക്കാണോ, സ്ക്രൂട്ടിനിക്കാണോ, എന്തിനാണ് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ടത് അതിനനുസരിച്ചുള്ള ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഈ ഒരു ഫോമിനോടൊപ്പം ഫീസും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു +1 റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി വിദ്യാർത്ഥികൾ നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച ആ ഒരു സംശയത്തിലേക്ക് വരാം. റീവാലുവേഷൻ അപേക്ഷിച്ച് എല്ലാവർക്കും മാർക്ക് കൂടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടില്ല എന്ന് തന്നെ പറയാം. അതായത് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും മാർക്ക് കൂടില്ല. നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്നുള്ളൊരു പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷനായിട്ട് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ 1 മാർക്കായാലും 2 മാർക്കായാലും കൂടുമെന്ന പ്രതീക്ഷ ഉണ്ട് എങ്കിൽ മാത്രം റീവാലുവേഷന് കൊടുക്കുക. എന്താണ് റീവാലുവേഷൻ, റീവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്ന കാര്യം പറയാം. റീവാലുവേഷൻ്റെ അപേക്ഷാ ഡേറ്റ് കഴിഞ്ഞ ശേഷം എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു എന്നുള്ളതനുസരിച്ച് ആ ഒരു വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് ആദ്യം എടുത്തിട്ട്, അതായത് ഈ ഒരു വാല്യുവേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ വാല്യുവേഷൻ ക്യാമ്പ് ഏതെങ്കിലും കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് റീവാലുവേഷൻ്റെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ആൻസർ ഷീറ്റ് ടീച്ചേഴ്സ് ആദ്യം മുതൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും. അതായത് സബ്ജക്റ്റിൻ്റെ ആ ഒരു ടീച്ചേഴ്സ് ആൻസർ കീ വെച്ചുകൊണ്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എത്ര മാർക്കാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ വാല്യുവേഷൻ തന്നെയാണ്. അത് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒന്നല്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള വാല്യുവേഷനാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ്, ഇവ റീവാലുവേഷന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. റീവാലുവേഷന് കൊടുക്കാവുന്നതാണ്, യാതൊരുവിധ പ്രോബ്ലവുമില്ല. കാരണം ഇത് +1ൻ്റെ ഫിസിക്സും കെമിസ്ട്രിയുമാണ്. കാരണം +2ൻ്റെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും മാത്രമാണ് ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നത്. +1ൻ്റേത് നോർമൽ വാല്യുവേഷനാണ്, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും. +2ൻ്റെ ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ഈ ഒരു ഡബിൾ വാല്യുവേഷൻ ചെയ്യാൻ കാരണം കീമിൻ്റെ പരീക്ഷയ്ക്ക് +2 സെക്കൻഡ് ഇയറിലെ മാർക്കാണ് പരിഗണിക്കുന്നത്. സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നിവയാണ് യോഗ്യതാ പരീക്ഷയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ടും പരിഗണിക്കുന്നത്. അതുകൊണ്ട് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമേ ഡബിൾ വാല്യുവേഷൻ ചെയ്യുന്നുള്ളൂ, +1ൻ്റെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് +1ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ ആവശ്യമുള്ളവർക്ക് റീവാലുവേഷനായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുമോ, റീവാലുവേഷനിൽ മാർക്ക് കൂടിയാൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുമോ +1ൻ്റേത്. അപ്പോൾ അങ്ങനെ എഴുതാവുന്നതാണ്, അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങളങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് റീവാലുവേഷൻ കിട്ടിയുള്ള മാർക്ക് കൂടുതൽ ആണ്, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ ആ റീവാലുവേഷൻ്റെ ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് പരിഗണിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ചതാണ്, റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടിയാലാണ് പൈസ തിരിച്ച് കിട്ടുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കുക, ഓൾറെഡി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഏകദേശം ഒരു 26 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് 60ൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 20 മാർക്കിൽ നിന്ന് 26 കിട്ടിയെന്ന് പറഞ്ഞാൽ 6 മാർക്ക് എക്സ്ട്രാ ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ 6 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു പൈസ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടും. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്കാണ് കിട്ടിയത്, റീഫണ്ടല്ല, റീവാലുവേഷൻ കൊടുത്ത ശേഷം ആ ഒരു വിദ്യാർത്ഥി കിട്ടിയത് ജസ്റ്റ് ഒരു 25 മാർക്കാണെന്ന് വിചാരിക്കുക. അതായത് 25 മാർക്കാണ്. 60ൻ്റെ 10% 6 മാർക്കാണ്. എന്നാൽ 20ഉം
6ഉം 26 വരിക. അപ്പോൾ ഇവിടെ 26 മാർക്ക് കിട്ടാതെ ജസ്റ്റ് ഒരു 5 മാർക്ക് മാത്രമാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. ഇനി അതായത് 1 മാർക്ക് കുറവാണ്, അതുകൊണ്ട് തന്നെ റീഫണ്ട് കിട്ടത്തില്ല. ഇനിയിപ്പോൾ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുണ്ടായിരുന്നത് ഒരു 25 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു 35 മാർക്കാണെന്ന് വിചാരിക്കുക. അതായത് 10 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 80 മാർക്കിൻ്റെ ഈ ഒരു 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 10 മാർക്ക് കൂടിയത് കൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക്, അതായത് 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അതായത് 25ഉം 8ഉം നോക്കുന്ന സമയത്ത് ഏകദേശം 33 മാർക്കാണ്. അതായത് 25ഉം 8ഉം എന്ന് പറയുമ്പോൾ 33 മാർക്കാണ് അവിടെ ഉണ്ടാവുക. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 35 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എക്സ്ട്രാ 2 മാർക്ക് കൂടി എക്സ്ട്രാ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് 8 മാർക്കിലധികം ഈ ഒരു സബ്ജക്റ്റിന് മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 25 മാർക്കാണ് റീവാലുവേഷന് മുമ്പ്. റീവാലുവേഷന് ശേഷം ആ ഒരു വിദ്യാർത്ഥിക്ക് 32 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ കൂട്ടുന്ന സമയത്ത് ഏകദേശം 7 മാർക്ക് മാത്രമേ കൂടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടത്തില്ല. 8 മാർക്ക് ഉണ്ടായിരിക്കണം. 8 മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. അതായത് ചുരുക്കി പറഞ്ഞാൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ വിദ്യാർത്ഥിക്ക് 6 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. അതിൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു റീവാലുവേഷനുള്ള തുക നിങ്ങൾക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അല്ല എങ്കിൽ ആ ഏത് സബ്ജക്റ്റിനാണോ ഈ ഒരു 60ൽ 6 മാർക്കോ 80ൽ 8 മാർക്കോ കൂടാതെ സബ്ജക്റ്റുകൾ ആ ഒരു സബ്ജക്റ്റിൻ്റെ പൈസ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നത് ആയിരിക്കില്ല. അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ? 1 മാർക്ക് കിട്ടിയാലും റീഫണ്ട് കിട്ടത്തില്ല. 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 6 മാർക്ക് എക്സ്ട്രാ ആയിട്ട് കൂടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പൈസ, അതായത് 500 രൂപ റീഫണ്ടിനത്തിൽ കിട്ടുകയുള്ളൂ. ഇനി റീഫണ്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ DHSC വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനിയൊരു റീവാലുവേഷൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ റീവാലുവേഷൻ്റെ ഫോം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫോം സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് ഫസ്റ്റ് ഓർ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് എന്നുള്ളത് തടയുക. അതുപോലെ ഇയർ എന്ന് പറയുന്നത് മാർച്ച് എന്ന് എഴുതിക്കൊണ്ട് 2025 എന്നുള്ളത് എഴുതുക. ഇനി അടുത്തതായിട്ട് നെയിം ഓഫ് കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റർ, അതായത് ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ അമൽ എന്നാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്ന സമയത്ത് AMAL എന്നുള്ളത് കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ എന്നുള്ളടത്ത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതുക. ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഫില്ലൊന്നും ചെയ്യേണ്ടതില്ല, കാരണം അത് സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും. കാരണം ട്രഷറിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താനുള്ള ഭാഗമാണ് അത്. ഇനി അടുത്തതായിട്ടുള്ളത് നെയിം ആൻഡ് സെൻറ്റർ നമ്പർ ഓഫ് സ്കൂൾ ഓർ സെൻറ്റർ അറ്റ് വിച്ച് കാൻഡിഡേറ്റ് ടുക്ക് ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് സ്കൂളിലാണ് +1ൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ പേരുമാണ് എഴുതേണ്ടത്. അടുത്തതായിട്ട് B ആയിട്ട് കൊടുത്തിട്ടുള്ളത് റവന്യൂ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണ് റീവാലുവേഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയവും റീവാലുവേഷൻ കൊടുക്കാം. എന്നാൽ 500 രൂപ പെർ സബ്ജക്റ്റ് ഫീസ് വരും. അപ്പോൾ ഏകദേശം ഒരു 3000ഓളം രൂപയാണ് നിങ്ങൾ 6 വിഷയം റീവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫിസിക്സും പരീക്ഷ എഴുതാം. അത് ഫിസിക്സും റീവാലുവേഷൻ കൊടുക്കാം, കെമിസ്ട്രിക്കും റീവാലുവേഷൻ കൊടുക്കാം, മാത്സിനും റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, കാരണം ഇത് +1ൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ സീരിയൽ നമ്പർ എന്നുള്ള ഭാഗത്ത് 1, 2 എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണൽ സംഖ്യയാണ് ഇവിടെ എഴുതുന്നത്. പാർട്ട് എന്ന് പറയുമ്പോൾ പാർട്ട് 1 ആണെങ്കിൽ ഇംഗ്ലീഷാണ്, പാർട്ട് 2 ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, പാർട്ട് 3 ആണെങ്കിൽ ബാക്കി സബ്ജക്റ്റുകളാണ് വരിക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ റീവാലുവേഷനായിട്ട് കൊടുക്കുന്നത് അതനുസരിച്ച് ഈ ഒരു രീതിയിൽ പാർട്ട് കൃത്യമായിട്ട് എഴുതാവുന്നതാണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എങ്കിൽ പാർട്ട് 1, അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം, ഹിന്ദി, സംസ്കൃതം, ഉറുദു അതുപോലുള്ള ഏതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ ഈ ഒരു പാർട്ട് 2, അതുപോലെ ബാക്കിയുള്ള എല്ലാവിധ സബ്ജക്റ്റും പാർട്ട് 3 ആണ് വരിക. ഇനി ഇവിടെ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പേര് എഴുതുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ പേര് എഴുതുക, അതായത് സബ്ജക്റ്റിൻ്റെ പേര് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് കിട്ടിയ TE മാർക്ക് എഴുതുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും അതുപോലെ തന്നെ ഫിസിക്സുമാണ് റീവാലുവേഷൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫിസിക്സ് എന്ന് എഴുതുന്നു. ഇവിടെ മലയാളത്തിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 2 ആണ് വരിക, ഇംഗ്ലീഷ് ആണെങ്കിൽ പാർട്ട് 1 വരും, അതുപോലെ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ പാർട്ട് 3യിലാണ് വരിക. ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സാധാരണ സീരിയൽ നമ്പർ, അത് എണ്ണ സംഖ്യയാണ്. അതുപോലെ ഇവിടെ എനിക്ക് TE മാർക്ക്, അത് മലയാളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു
18 മാർക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അതുപോലെ ഒരു ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൽ ഏകദേശം 25 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അതുപോലെ ഫിസിക്സ് നോക്കുന്ന സമയത്ത് അവിടെ എനിക്ക് 19 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് എനിക്ക് TE മാർക്കിനത്തിൽ കിട്ടിയത്. അപ്പോൾ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസാണ് ഞാൻ അവിടെ നൽകുക. അപ്പോൾ അതിനുശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ +1 പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫോം ഉണ്ടെന്നാണ് 5ാമതായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. 6ാമത്തേത് നിങ്ങളുടെ അഡ്രസ് കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളുടെ പേര് എഴുതുക, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതുക, നിങ്ങളുടെ പിൻകോഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിവ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഇത്രയുമാണ് ഈ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ട് വേണ്ടത്. ഓരോ സബ്ജക്റ്റിനും 500 രൂപയാണ് റീവാലുവേഷൻ വരിക. 10% മാർക്ക് കൂടുകയാണെങ്കിൽ, അത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 6 മാർക്കും, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 8 മാർക്കും, 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷൻ മുമ്പുള്ളതിനേക്കാൾ 6 മാർക്കും കൂടിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അടുത്തത് സ്ക്രൂട്ടിനിയുടേതാണ്. സ്ക്രൂട്ടിനിയുടെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും സെയിം രീതിയിൽ തന്നെയാണ്. ഈ ഒരു സെക്കൻഡ് എന്നുള്ളത് തടയുക. അതുപോലെ തന്നെ ഇവിടെ മാർച്ച് 2025 എന്ന് എഴുതുക. ഇവിടെ സ്കൂളിൽ നിന്ന് ഫില്ല് ചെയ്തോളും, കാരണം ട്രഷറിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമുള്ള അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ പേര് എഴുതുക, ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതേണ്ടത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ വർഷം എഴുതിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്കൂളിൻ്റെ കോഡും പേരും, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. അടുത്തത് പേപ്പേഴ്സ് ഫോർ വിച്ച് സ്ക്രൂട്ടിനി ഈസ് റിക്വയർഡ്. അതായത് ഞാനിപ്പോൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് എൻ്റെ ബയോളജിയുടെ പേപ്പറാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സീരിയൽ നമ്പർ 1 ബയോളജി ആയതുകൊണ്ട് തന്നെ പാർട്ട് 3യിലാണ് വരിക. കാരണം പാർട്ട് 1 ഇംഗ്ലീഷാണ്, പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഞാനിവിടെ ബയോളജി എന്നിരുന്നു. എനിക്കവിടെ 18 മാർക്കാണ് കിട്ടിയത്. എനിക്കൊരു 30 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സബ്ജക്റ്റ് റീവാലുവേഷനായിട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ വെദർ കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് എൻക്ലോസ്ഡ്, അതായത് നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ ആ ഒരു മാർക്ക് ഷീറ്റ് ഇതിനോടൊപ്പം ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും നിങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു റീവാലുവേഷന് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ ടു ബി സെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ബ്ലോക്ക് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇവിടെ നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ഫില്ല് ചെയ്യുക. അടുത്തത് പിൻകോഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിവയാണ്. അത് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇവിടെ പ്ലേസ്, ഡേറ്റ് എന്നിവയാണ്. പ്ലേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പ്ലേസ് എഴുതിയാൽ മതി. ഇനി അടുത്തത് ഫോട്ടോ കോപ്പിയുടേതാണ്. ഫോട്ടോ കോപ്പിയുടേത് ഈസിയാണ് ഫില്ല് ചെയ്യുന്നതിനായിട്ട്. കാരണം ഇവിടെ പ്രത്യേകിച്ച് അത്രക്ക് കുറേ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കാനില്ല. ഇവിടെ ഫസ്റ്റ് എന്നുള്ളതിന് ശേഷം സെക്കൻഡ് എന്നുള്ളത് തടയുക. അതുപോലെ തന്നെ ഇവിടെ മാർച്ച് 2025 എന്നുള്ളത് എഴുതുക. അതിനുശേഷം ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ ഇവിടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ പേരും, അത് നിങ്ങളുടെ പേരല്ല സ്കൂളിൻ്റെ, അതായത് പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ പേരും, അതായത് +1 പരീക്ഷ ചെയ്ത സ്കൂളിൻ്റെ പേരും, അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡുമാണ് എഴുതേണ്ടത്. അതുപോലെ ഇവിടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണോ ആ ഒരു ജില്ലയാണ് എഴുതേണ്ടത്. അടുത്തത് പാർട്ട് 3 അല്ല, 3ാമത്തേത് എന്ന് പറയുമ്പോൾ ഇവിടെ പാർട്ട് സീരിയൽ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എനിക്കിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഇതും അതുപോലെ മാത്സിൻ്റെ ആ ഒരു ഫോട്ടോ കോപ്പിയുമാണ് വേണ്ടത് എന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ സീരിയൽ നമ്പർ 1 2 3 4 എന്ന് എഴുതുന്നു. അതിനുശേഷം എനിക്കിപ്പോൾ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഈ ഒരു മാത്സ്, അപ്പോൾ ഇത്രയും സബ്ജക്റ്റാണ് എനിക്ക് ഫോട്ടോ കോപ്പി വേണ്ടത് എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിൻ്റെ ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 1 ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ അതിനുശേഷം അതിന് ലഭിച്ച TE മാർക്ക് എത്രയാണോ അത് ഇവിടെ എഴുതുന്നു. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്രസ് ടു ബി കമ്മ്യൂണിക്കേഷൻ, അത് നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് നിങ്ങൾക്ക് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുക. ഇവിടെ പിൻകോഡ്, അതുപോലെ തന്നെ ഫോൺ നമ്പർ എന്നിവ എഴുതുക. ഇവിടെ നിങ്ങളുടെ ഒപ്പ്, അതുപോലെ പ്ലേസ്, അതുപോലെ തന്നെ ഡേറ്റ് എന്നിവ രേഖപ്പെടുത്തുക. ഇത്രയും മാത്രമാണുള്ളത്.
അപ്പോൾ ഫോട്ടോ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ മുഖാന്തരമോ അല്ലെങ്കിൽ തപാൽ മുഖേനയായിരിക്കും ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ റീവാലേഷൻ്റെ ഫീസ് ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയും റീവാലേഷൻ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിക്ക് 100 രൂപയും ഫോട്ടോ കോപ്പിക്ക് 300 രൂപയുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് റീവാലേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ റീവാലേഷന് ജൂൺ 10-ാം തീയതിക്കുള്ളിൽ അപേക്ഷിക്കുക. അതുപോലെ റീവാലേഷന് അപേക്ഷിച്ച് മാർക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് യാതൊരുവിധ പ്രോബ്ലവുമില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുകയാണെങ്കിലും റീവാലേഷൻ്റേതാണ് കൂടുതലെങ്കിൽ റീവാലേഷൻ്റെ മാർക്ക് പരിഗണിക്കും. അതേസമയം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മാർക്കാണ് കൂടുതൽ എങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ മാർക്കാണ് പരിഗണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടിയ മാർക്ക് ഏതാണോ അതാണ് നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.